ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മൈ ലിറ്റിൽ പംകിൻസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്ത് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ കുട്ടിയുടെ കയ്യിലാരാ? ഡയൽ. ഈ കുട്ടിയുടെ ഫസ്റ്റ് ടോയ് ആണ് കേട്ടോ ഡയൽ. അപ്പം ഞങ്ങൾ ഇയലിന് പേരിട്ട സമയത്ത് അവളുടെ ഫസ്റ്റ് ടോയ്ക്ക് എന്താ പേരിട്ട്? ഡയലിന് പേരിട്ടു. അപ്പം ഞങ്ങൾ ഇന്നൊരു മെസ്സേജ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കുട്ടി ഡയലിന് അവിടെ വെച്ച് താഴെ വെച്ച് ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ചാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ കുട്ടി അമ്മ പറയുമ്പോൾ അമ്മ ടച്ച്, ഇപ്പം അമ്മയല്ല കേട്ടോ, അമ്മ ചെയ്യുമ്പോൾ ഓക്കെ, അമ്മയല്ലാതെ വേറെ ആരെങ്കിലും ഈ കുട്ടീനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടി എന്ത് പറയണം എന്നുള്ളതാണ് പറഞ്ഞു തരേണ്ടത് ഫ്രണ്ട്സിന്. ഓക്കെ, എണിച്ചെന്നേ. ആരെങ്കിലും വന്നിങ്ങനെ കവിളിലിങ്ങനെ ചെയ്താൽ എന്ത് പറയണം? മൂക്കിൽ തൊട്ടാൽ എന്ത് പറയണം? അതുപോലെ ചുണ്ടിൽ തൊടുമ്പോൾ എന്ത് പറയണം? ചുണ്ട്. ഓക്കെ, ഗുഡ് ഗേൾ. ഈ ചെവിയിൽ ഇങ്ങനെ തൊട്ടാൽ എന്ത് ചെയ്യണം? തലമുടിയിൽ ഇങ്ങനെ തൊട്ടാ, ഇങ്ങനെ തൊട്ടാ, വയറിൽ ഇങ്ങനെ അമർത്തിയ, ബിറ്റ്വീൻ ദ ലെഗ്സ്, കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞെന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, ബാക്കിൽ ഇങ്ങനെ തൊട്ടാ തിരിഞ്ഞു നീ കുട്ടി. ഓക്കെ, അപ്പോൾ പിന്നെ അമ്മ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇങ്ങനെ എന്തെങ്കിലും പറ്റി ആദ്യം എന്ത് പറയണം? നോ പറയണം അല്ലേ? ആദ്യം നോ പറയുക, പിന്നെ ഗോ. ആ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? ഓടി മാറുക അല്ലേ? ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക. 3 ടെൽ. ആരടുത്ത് വന്ന് പറയണം? അച്ഛടത്തോ അമ്മയുടെ അടുത്തോ വന്ന് ഓടി വന്നിട്ട് എന്ത് ചെയ്യണം? പറയണം. അപ്പം ആദ്യം നോ പറയുക, പറയാം. ആദ്യം എന്താ പറയണ്ടേ? പിന്നെ ഗോ അല്ലേ? അവിടെ നിന്ന് വേഗം ഓടി മാറുക. പിന്നെ എന്ത് ചെയ്യണം? ടെൽ അല്ലേ? ആരടുത്ത് വന്ന് പറയണം? അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ, സ്കൂളിലാണെങ്കിൽ എന്ത് ചെയ്യണം? ടീച്ചറുടെ അടുത്തോ വന്നിട്ട് എന്ത് ചെയ്യണം? പറയണം അല്ലേ? നോ പറയണം, അവിടെ നിന്ന് മാറിപ്പോണം, പിന്നെ എന്ത് ചെയ്യണം? ആരടുത്തെങ്കിലും വന്ന് പറയണം. അപ്പോൾ അച്ഛനോ അമ്മയോ ആരാണോ അടുത്തുള്ളത് അവരോട് വന്ന് ഇങ്ങനെ എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യണം? വേഗം വന്ന് പറയണം അല്ലേ? സോ ഇത് വെക്കേഷൻ ടൈമാണ്. കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിലും കളിക്കാൻ പോവും, വിരുന്ന് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വളരെ ചെറിയ കുട്ടികളെ നമ്മൾ എവിടെയും വിടാതിരിക്കുക, പാരൻ്റൽ ഗൈഡിങ് ഇല്ലാതെ വിടാതിരിക്കുക. മറ്റുള്ള കുട്ടികളോട് വൃത്തിയായിട്ട് മെസ്സേജ് കൊടുക്കുക, എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ടച്ചും ബാഡ് ടച്ചും ഗുഡ് ടച്ചും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് അയ്യോ ചെയ്യരുതായിരുന്നു, അല്ലെങ്കിൽ വിടരുതായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു എന്ന് നമ്മൾ പിന്നീട് ആലോചിച്ചിട്ട് സങ്കടപ്പെടാൻ പാടില്ല. അപ്പോൾ വേണ്ട ടൈമിൽ ഒരു 2 വയസ്സ് കഴിഞ്ഞ് എന്താണ് എന്ന് മനസ്സിലാവുന്നൊരു പ്രായത്തിൽ ABCDയും റൈംസും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ മെയിനായിട്ട് ഇങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുക. നോ പറയേണ്ടവിടെ നോ പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക. ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ വേഗം എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ എല്ലാം പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക. ഇത് 3 ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുട്ടികളെ ഇങ്ങനെയുള്ള ഏരിയകളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും അല്ലേ? സോ ബി കെയർഫുൾ.